അറിയാലോ, ജൂലൈ 26 ദേവദൂതൻ സിനിമ റിലീസാകാൻ പോവാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ വല്ല പ്ലാൻ ഉണ്ടോ? ദേവദൂതനല്ലേ, കുറേ പഴയ സിനിമയല്ലേ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ പോയി കാണുമോ എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ദേവദൂതൻ സിനിമയുടെ ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിൻ്റെ ബുക്കിംഗ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉടനെ പോയിട്ട് ബുക്ക് മൈ ഷോ എടുത്ത് ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും. പക്ഷേ അറിയാമല്ലോ, അവർ ബുക്കിംഗ് പ്ലാറ്റ്ഫോം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക. എന്നിട്ട് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ട്രിവാൻഡ്രം സെലക്ട് ചെയ്തിട്ട് ഈ സിനിമ ഇങ്ങനെ നോക്കുന്ന സമയത്തേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവർ ഈ സിനിമയുടെ പോസ്റ്റർ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കും, ഇതിനകത്ത് ദേവദൂതൊന്നും കാണുന്നില്ല. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമ്മുടെ ആ ലാലേട്ടൻ്റെ ആ ഒരു മുഖമാണല്ലോ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണത്തില്ല. അപ്പോൾ ആണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും താഴെയായിട്ട് ദേവദൂതൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. എന്നിട്ട് മൂവി പോസ്റ്റർ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ ഇട്ടേക്കുന്നത്. 4K ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത് അവർക്ക് ഒരു പോസ്റ്റർ ഇടാൻ ഇത്രയും പാടാണോ? അത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിൽ എത്ര ഷോ ഉണ്ട്, എന്താണ് അവസ്ഥ, ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ, അതോ വെറും കാര്യമായിട്ട് കിടക്കുവാണോ എന്നുള്ള കാര്യമൊക്കെ നോക്കാം കേട്ടോ. യെസ്, അപ്പോൾ അറിയാ 3 ഷോ ഉണ്ട് കേട്ടോ. അതിൽ തന്നെ ഇത് 4K ഡോൾബി അറ്റ്മോസിലേക്ക് റീമാസ്റ്റർ ചെയ്തൊരു സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു OD 1 4K RGB കാണാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ 3 ഷോയ്ക്കകത്ത് രാവിലെ 10:15 ഷോ വന്നിരിക്കുന്നത് നമ്മുടെ OD 1 തന്നെയാണ്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുവാണേ. ഓളിയാ ബുക്കിംഗ് കണ്ടോ? ഇതിനകത്ത് നിങ്ങൾ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം വെച്ചാൽ, പ്ലാറ്റിനം ടിക്കറ്റ് വന്നേക്കുന്നത് 480 രൂപയാണ്. അപ്പം അതിനകത്ത് ഉണ്ടോ, അതിനകത്ത് ഇപ്പോൾ 3 പേര് ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ അതിനകത്ത് 3 ബുക്കിംഗ് വന്ന് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മുടെ 180ൻ്റെ ഗോൾഡിലേക്ക് കിടക്കുന്ന സമയത്ത് എൻ്റെ അളിയാ നിങ്ങൾ നോക്കിയേ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ബുക്കായിട്ടുണ്ട്. അതായത് എല്ലാവരും സെൻറ്ററാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെ ആ ഒരു സൈഡിലായിട്ട്, അതായത് ഒരു V ഷേപ്പ് പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ബുക്കിംഗ് അങ്ങനെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. കിടിലം. ഇനി ഫ്രണ്ടിലേക്ക് 160 രൂപയുടെ എക്സാക്റ്റീവ് സീറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ബുക്കിംഗ് ഇത്ര ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 100+ ബുക്കിംഗ് ആയിട്ടുണ്ട് നമ്മുടെ OD 1. ഇനി നിങ്ങൾ പറ, ബുക്ക് ചെയ്യാൻ ആളില്ലേ ദേവദൂതന്? അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ അടുത്ത ഷോ വന്നേക്കുന്നത് 1:30 രാത്രി 10 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് പൊതുവേ ഇങ്ങനത്തെ ഈ പഴയ സിനിമകൾ ഈ ഒരു പുതുതായിട്ട് റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്ന സമയത്ത് പൊതുവേ തിയേറ്ററുകാർ ഒരു ഷോയ്ക്കായിരിക്കും ഇടാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഏരീസിൽ 3 ഷോ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ രാവിലത്തെ ഷോയ്ക്ക് ഇതേ കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുക്കിംഗ് ഉണ്ട്. എൻ്റെ മോനെ വേറെ ലെവൽ കേട്ടോ. അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ വോൾവറിൻ അന്നാണ് റിലീസ്, ഡെഡ്പൂൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ചിലപ്പോൾ അതായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇത് തിയേറ്ററിൽ മിസ്സാക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയധികം ബുക്കിംഗ് ഉള്ള സ്ഥിതിക്ക് എന്തായാലും അത്യാവശ്യം നല്ല ഡിമാൻഡ് സിനിമയ്ക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ പോയി കാണ്.